റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ കോൺഗ്രസിലെ ഭിന്നത പൊട്ടിത്തെറിയിലേക്ക്. സതീശനും KPCC പ്രസിഡന്റും സണ്ണി ജോസഫും തമ്മിലുള്ള ചർച്ചകളിൽ തീരുമാനമായില്ല. KPCC സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശൻ. തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്ന ചെമ്പഴന്തി അനിലിനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് KPCC. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇതിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് VD സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെമ്പഴന്തി അനിലിന്റെ പേരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശക്തൻ മാറുന്ന സ്ഥാനത്തേക്ക് ചെമ്പഴന്തി അനിലിനെ DCC പ്രസിഡന്റ് ആക്കുക, ഈ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ആവശ്യം പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണോ ഇപ്പോൾ KPCC പറയുന്നത്? അരുൺകുമാർ, KPCC ഭാരവാഹി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ തന്നെ അസംതൃപ്തനായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒന്ന്, പ്രതിപക്ഷ നേതാവുമായി പട്ടിക തയ്യാറാക്കുമ്പോൾ കൂടിയാലോചന നടത്തിയില്ലെന്ന പരാതിയാണ്. മാത്രവുമല്ല, പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സെക്രട്ടറിമാർ ഉണ്ടായില്ല. സെക്രട്ടറിമാരെ ഉടനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പരസ്യമായി തന്നെ VD സതീശൻ ഉന്നയിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇനി KPCCയുടെ പരിപാടികൾ സഹകരിക്കില്ലെന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് നേരത്തെ കഴിഞ്ഞ വ്യാഴാഴ്ച നിശ്ചയിച്ച യോഗം തന്നെ മാറ്റിവെച്ചത്. അതിനുശേഷം AICCയുടെ നിർദ്ദേശപ്രകാരം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അനുനയ നീക്കം പാളുന്ന കാഴ്ചകളാണുള്ളത്. കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്ത് തന്നെയാണ് ചർച്ച നടന്നത്. ദീപാദാസ് മുൻഷിയും ചർച്ചയിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചു. സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കണം, എന്നാൽ മാത്രമേ സഹകരണമുള്ളൂ. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിലേക്ക് ചെമ്പഴന്തി അനിലിനെ പരിഗണിക്കണമെന്ന ആവശ്യവും വെച്ചു. അങ്ങനെ KPCCയുടെ നിലപാട് എല്ലാം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ്. സെക്രട്ടറിമാരെ ഉടനെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തിരക്കിട്ട് നടത്തുന്നുമുണ്ട്. ഇന്നും KPCC ആസ്ഥാനത്ത് സെക്രട്ടറിമാരുടെ പട്ടിക വെട്ടിച്ചുരുക്കാനുള്ള ചർച്ചകളാണ്. ഏതാണ്ട് 200ഓളം നേതാക്കളുടെ പേരാണ് ഈ പ്രാഥമിക പട്ടികയുള്ളത്. വെട്ടിച്ചുരുക്കി 100-ൽ താഴെയാക്കണം. ആ വലിയ ഉദ്യമത്തിലാണ് ഇപ്പോൾ നേതാക്കളൊക്കെയുള്ളത്. ആ ചർച്ചകൾ തുടരുന്നു. അതേസമയം അസംതൃപ്തനാണ് ഇപ്പോഴും VD സതീശൻ. അദ്ദേഹം നിലവിലെന്തായാലും KPCCയുടെ പരിപാടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗം പോലും വിളിച്ചു ചേർക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, നിലവിൽ പ്രഖ്യാപിച്ച ഭാരവാഹികൾക്ക് ഇതുവരെ ചുമതല ഏറ്റെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ചർച്ചയിലും കാര്യങ്ങൾ തീരുമാനമായില്ല എന്നുള്ളതാണ്. സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അതിന് തൊട്ടുമുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് രമ്യതയിലെത്തട്ടെ.